ഇന്നത്തെ അറിയിപ്പുകൾ. KSRTC കൊറിയർ സർവീസ് താൽക്കാലികമായി നിർത്തലാക്കി. സർവീസ് മോശമാണെന്ന പരാതിയെ തുടർന്നാണ് നടപടി. KSRTCക്ക് കോടികൾ വരുമാനം നേടിക്കൊടുത്തിരുന്ന കൊറിയർ സർവീസ് താൽക്കാലികമായി നിർത്തലാക്കി. സർവീസ് മോശമാണെന്ന പരാതി വ്യാപകമായി ഉയർന്നതോടെയാണ് KSRTCയുടെ നടപടി. 19.85% കമ്മീഷനിൽ 5 വർഷത്തേക്ക് ആന്ധ്രാപ്രദേശിലെ സിംഘു സൊല്യൂഷൻസിനായിരുന്നു നടത്തിപ്പ് ചുമതല. സേവനം മതിയാക്കാൻ KSRTC കമ്പനിക്ക് നോട്ടീസ് നൽകി. സർവീസ് അവസാനിപ്പിച്ചതോടെ കൊറിയർ ബുക്ക് ചെയ്യുന്നത് നിർത്തിവെച്ചു. പദ്ധതി ആരംഭിച്ച സമയത്ത് KSRTCയുടെ മേൽനോട്ടത്തിലായിരുന്നു നടത്തിപ്പ്. ഈ സമയത്ത് മികച്ച വരുമാനം ഖജനാവിലെത്തിയിരുന്നു. എന്നാൽ പിന്നീട് കൂടുതൽ പ്രൊഫഷണൽ ആകാൻ വേണ്ടിയാണ് നടത്തിപ്പ് സ്വകാര്യ കമ്പനിയെ ഏൽപ്പിച്ചത്. എന്നാൽ പ്രവർത്തനം പിന്നീട് താളം തെറ്റുകയായിരുന്നു. കൊറിയർ സർവീസ് നടത്തിപ്പിന് വീണ്ടും ടെൻഡർ ക്ഷണിക്കാൻ ഒരുങ്ങുകയാണ് KSRTC. സ്വകാര്യവൽക്കരണം മാറ്റി കോർപ്പറേഷൻ നേരിട്ട് നടത്തിയാൽ പദ്ധതി നല്ല രീതിയിൽ മുന്നോട്ടു പോകുമെന്നാണ് ജീവനക്കാർ പറയുന്നത്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. പ്രിയദർശിനി പദ്ധതിയിൽ ആദ്യ 15 ദിവസം KSRTCക്ക് ചിലവായത് 41.5 കോടി രൂപ. സൗജന്യ ടിക്കറ്റുകളുടെ തുക KSRTCക്ക് അനുവദിച്ച് സർക്കാർ ഉത്തരവിറക്കി. സംസ്ഥാന സർക്കാരിന്റെ പ്രിയദർശിനി സ്ത്രീ സൗജന്യ യാത്രാ പദ്ധതിയിൽ ആദ്യ 15 ദിവസം 41.50 കോടി രൂപയാണ് KSRTCക്ക് ചെലവായത്. സൗജന്യ ടിക്കറ്റുകളുടെ തുക KSRTCക്ക് അനുവദിച്ച് സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കി. ബജറ്റിൽ പദ്ധതിക്കായി നീക്കിവച്ചിരിക്കുന്ന 600 കോടി രൂപയിൽ നിന്നാണ് ജൂൺ 15 മുതൽ 30 വരെയുള്ള ദിവസങ്ങളിലെ വിഹിതം അനുവദിച്ചത്. പദ്ധതി ആരംഭിച്ചതോടെ ബസ്സുകളിൽ സ്ത്രീ യാത്രക്കാരുടെ എണ്ണത്തിൽ വൻ വർധനയുണ്ടായെന്ന് വിലയിരുത്തൽ. പ്രതിദിനം 6 ലക്ഷമായിരുന്ന സ്ത്രീ യാത്രക്കാരുടെ എണ്ണം പദ്ധതി വന്നതോടെ 12 ലക്ഷമായി ഉയർന്നു. 15 ദിവസത്തിനുള്ളിൽ 40 കോടിയിലേറെ രൂപ ചെലവായതോടെ പ്രതിമാസ ചെലവായി 80 കോടി രൂപ കടക്കുമെന്നാണ് കണക്കുകൂട്ടൽ. എന്നാൽ ആദ്യ ദിവസങ്ങളിൽ സ്ത്രീകൾ കൂട്ടത്തോടെ യാത്ര ചെയ്തതാണ് ചെലവ് ഉയരാൻ കാരണമെന്നും വരും ദിവസങ്ങളിൽ തുക കുറയുമെന്നുമാണ് KSRTC അധികൃതരുടെ വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. പൊതുമരാമത്ത് വകുപ്പിന് കീഴിൽ 5 സുപ്രധാന പരിഷ്കാരങ്ങളുമായി സംസ്ഥാന സർക്കാർ. പദ്ധതികളുടെ കാലതാമസം ഒഴിവാക്കാനും ഖജനാവിലെ നഷ്ടം നികത്താനുമാണ് നടപടി. പൊതുഭരണ വകുപ്പിന്റെ നേതൃത്വത്തിലാണ് പൊതുമരാമത്ത് വകുപ്പിന് കീഴിൽ സുപ്രധാന പരിഷ്കാരങ്ങൾ നടപ്പാക്കുക. മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി VD സതീശൻ മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് ഇക്കാര്യം അറിയിച്ചത്. പദ്ധതികളുടെ കാലതാമസം ഒഴിവാക്കാനും ഖജനാവിലെ നഷ്ടം നികത്താനുമാണ് നടപടി. പ്രധാന പരിഷ്കാരങ്ങളിലൊന്നാണ് സ്പെഷ്യൽ അസറ്റ് മാനേജ്മെന്റ് പ്ലാറ്റ്ഫോം. ഇതുവഴി സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള മുഴുവൻ സ്വത്തുവകകളെക്കുറിച്ചുമുള്ള വിവരങ്ങൾ സർക്കാർ പോർട്ടലിൽ ലഭ്യമാക്കാം. ഭൂമി, കെട്ടിടങ്ങൾ, പൈതൃക നിർമ്മിതികൾ, റോഡുകൾ, അണക്കെട്ടുകൾ തുടങ്ങിയവ ഇതിലുൾപ്പെടും. പ്രോജക്ട് രജിസ്റ്ററാണ് മറ്റൊന്ന്. വിവിധ വകുപ്പുകൾ അനുമതി നൽകുന്ന എല്ലാ മൂലധന പദ്ധതികളും ജിയോ ടാഗ് ചെയ്യും. ഇതിനായി GIS അധിഷ്ഠിത പ്രോജക്ട് രജിസ്റ്റർ മൊഡ്യൂൾ ഉൾപ്പെടുത്തി നിലവിലുള്ള പ്ലാൻ സ്പേസ് 2 വിപുലീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഗവൺമെന്റ് സ്ഥാപനങ്ങളുടെ സമഗ്ര അസറ്റ് രജിസ്ട്രിയാണ് മറ്റൊരു പരിഷ്കാരം. സർക്കാരിന് കീഴിൽ പല കാലങ്ങളിലായി രൂപീകരിച്ച സ്ഥാപനങ്ങളുടെ പ്രവർത്തനം സമഗ്രമായി വിലയിരുത്തുകയും ഒരേ സ്വഭാവമുള്ള സ്ഥാപനങ്ങളെ സംയോജിപ്പിക്കുകയും ചെയ്യും. കൂടാതെ കാലഹരണപ്പെട്ടതും അനാവശ്യവും പരസ്പര വിരുദ്ധവുമായ നിയമങ്ങൾ സമഗ്രമായി അവലോകനം ചെയ്ത് ഭേദഗതി വരുത്തി നടപടികൾ വേഗത്തിലാക്കുകയും പരിഷ്കാരങ്ങളിൽ ഉൾപ്പെടുന്നു. ഡിജിറ്റൽ സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തി ദിവസേന നടപടികൾ കൂടുതൽ ലളിതമാക്കാൻ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് സംവിധാനവും ഉണ്ടാകും. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.